किंग, राजा राजा करके गाना गाया है। നമ്മുടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ദേവദാസൻ അവസാനമായിട്ട് ഒരു പാട്ടുപാടി രാജാവ് എന്ന അർത്ഥം വരുന്ന ഒരു आप പാട്ട്. जब जीसस को राजा बोलते हैं, നമ്മൾ യേശുവിനെ രാജാവ് എന്ന് പറയുമ്പോൾ उसका मतलब होता है आप उसके पास अपना अहंकार रखने के लिए लाए हैं। അത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അഹങ്കാരവും അവന്റെ സന്നിധിയിൽ അർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ കടന്നു कोई വരുന്നത്. राजा यहाँ आ जाए तो आप झुक जाएंगे उसके पास। ഒരു രാജാവ് ഇവിടെ വരുമ്പോൾ നമ്മൾ ആ രാജാവിന്റെ മുമ്പിൽ ഇങ്ങനെ കുമ്പിടാറുണ്ട്. आप अपना अहंकार कहीं नहीं रख पाओगे। ഈ ലോകത്തിൽ എങ്ങും നമുക്ക് നമ്മുടെ അഹങ്കാരത്തെ ഒളിച്ചു വെക്കാൻ കഴിയുകയില്ല. एक छोटा सा उदाहरण है। ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. एक राजा बूढ़े हो गए। ഒരു രാജാവ് ഒത്തിരി പ്രായാധിക്യമുള്ളവനായി മാറി. 80 साल का बूढ़ा, 80 വർഷമുള്ള ഒരു വൃദ്ധനായി മാറി. तो राजा, बूढ़े राजा ने कहा कि भाई मेरी कोई संतान नहीं है जो राजगद्दी पर बैठे। ആ രാജാവ് പറഞ്ഞു, എനിക്കൊരു മകനില്ല ഈ രാജാവിന്റെ അവകാശിയായി തീരാൻ. बहुत समय हो गया, मैं अब राजपाट छोड़कर सन्यास लेने जा रहा हूं। അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്വമെല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസിയായി തീരാൻ പോവുകയാണ്. कल राज्य की सीमा पर जो कोई सुबह सुबह आए उसको पकड़ के राजा बना देना तुम लोग, और राजगद्दी पे बैठा देना, मैं जा रहा हूं। നാളെ നമ്മുടെ ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ വരുന്ന ആദ്യത്തെ വ്യക്തിയെ പിടിച്ച് ഈ രാജസിംഹാസനത്തിൽ ഇരുത്തണം, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. और वो राजा चला गया। ആ പ്രായമുള്ള രാജാവ് പോകുവാനിടയായി. मंत्री लोगों ने राजा की आज्ञा अनुसार सुबह सुबह जो आया उसको पकड़ा। രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് മന്ത്രിമാര് രാവിലെ വന്ന വ്യക്തിയെ പിടിക്കാനിടയായി. एक जवान आदमी फटे हाल, फटा चिथड़ा कपड़ा पहना हुआ, ഒരു യൗവനക്കാരനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒത്തിരി കീറിയ വസ്ത്രം ധരിച്ചവനായിരുന്നു. बहुत गरीब, ഒത്തിരി പാവപ്പെട്ട ഒരു മനുഷ്യനായി. भीख मांगने वाला जवान, ഭിക്ഷ യാചിക്കുന്ന ഒരു യൗവനക്കാരൻ. वो सुबह सुबह राज्य की सीमा पर पहुंचा। राजा के मंत्रियों ने उसको, സന്യാസിമാരാണ് ഈ വസ്ത്രം ധരിക്കുന്നത്. मैंने जब ये कपड़ा पहना है तो इसका मतलब ये है कि मैं कोई मुक्ति पाने के लिए नहीं पहना हूं, मैंने मुक्ति पा ली है। मैं ये बताना चाहता हूं कि मुक्ति देने वाला कौन है। ഞാൻ ഈ വസ്ത്രം ധരിച്ചത് ഏതെങ്കിലും മുക്തി നേടാൻ, രക്ഷ നേടാൻ വേണ്ടിയല്ല. രക്ഷ ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ എന്തുകൊണ്ടാണ് ഇത് ധരിച്ചിരിക്കുന്നതെന്ന്. हालेलुया, ഹല്ലേലൂയ. हम अपना अहंकार कहां रखेंगे? നമ്മൾ നമ്മുടെ അഹങ്കാരം എവിടെയാണ്